അങ്ങോട്ട് വെയിറ്റ് ചെയ്യും. ചേട്ടാ ഒന്ന് ഓഫ് ചെയ്തോ. തങ്കം വാ ഇറങ്ങേ. പിന്നെ എന്താ 5 മിനിറ്റ് കൊച്ചിറങ്ങിപ്പോ വിളിക്കട്ടെ. കൊച്ചെഴുന്നേക്ക് വേഗാവട്ടെ തക്കളി മോനെ. പിന്നെ ഇടി മാല ഇട്ടിട്ടില്ല ഈ പെണ്ണിനെ ഞാൻ തക്കളി മോനെ. നിനക്ക് ഉത്സവത്തിന് പോണോ? തങ്കം നീ എന്തായിരുന്നു മരിക്കണേ? അതെ ഞാൻ അവിടെ തിരക്കിന്റെ ഇടയിൽ നീ ഓടിപ്പടച്ച് വന്നത്. ക്ലീറ്റസ് എവിടെ പോ? ക്ലീറ്റോൻ എന്നെ ഞാൻ കണ്ടില്ല. അപ്പൊ ഈ വാതിന് ചെല്ലൊക്കെ നേരത്തെ അടച്ചു വെച്ചെന്താ കുഴപ്പം? ദേഷ്യമാനും വരാന്ന് പറഞ്ഞു ഞാൻ. വരണ്ടായിരുന്നല്ലോ. വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുമാത്രം തിരക്കുള്ളതാണ്. അതിന്റെ ഇടയിൽ വരും. നീ പോയില്ലെങ്കിൽ മിനിമം ഉത്തരവാദിത്വം വേണം. എന്താ ഉത്തരവാദിത്വം ഞാൻ ഇല്ലാതെ കാണിച്ചത്? അപ്പൊ എന്താ നിനക്ക് ഈ ബാത്റൂം ഇതൊക്കെ പൂട്ടിട്ട് റെഡി ആയിട്ട് ഇരുന്നാന്ന് കുഴപ്പം? ഞാൻ റെഡി ആയിട്ട് ഇരിക്കണം നിങ്ങളോട് പറഞ്ഞല്ലേ? റെഡി ആയിട്ടല്ലേ ഇരുന്ന് അവൾ ഇറങ്ങിപ്പോയത് എന്റെ കുറ്റാണോ? ക്ലീറ്റ് കാണിച്ചത് എന്റെ കുറ്റാണോ? ക്ലീറ്റ വെറുതെ എന്നെ കൊണ്ട് പോലെ പറയരുത്. ഒന്ന് വണ്ടി കയറി. ഞാൻ വരില്ല. അങ്ങ് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് അവിടെ പണികളുണ്ട്. പൊക്കോളാനേ ചീത്ത പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകണ്ട. പോയി വണ്ടി കയറി. വണ്ടി പോയി കയറി. ദേഷ്യം വന്നിട്ട് എനിക്ക് ചുമ്മാ വഴക്ക് പറഞ്ഞോണ്ട്. ഹലോ എന്തേ എന്ത് എപ്പോ? അയ്യോ എന്നിട്ട് ആണോ? ശരി എഴുന്നേൽപ്പിന്റെ സമയത്താ? ഞാൻ വന്നു. ഉത്സവത്തിനൊന്നും പോണില്ല. ഇറങ്ങി അതെ മറ്റേ ഉത്സവത്തിന് എഴുന്നള്ളിച്ചോണ്ടിരിക്കുമ്പോ ആന അടഞ്ഞ വലിയ ആനല്ലേ? അത് അടഞ്ഞ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഞാനിട്ട് പോണ്ടേ? ഞാൻ കമ്മറ്റിക്കാരനാണ്. അതെ പക്ഷെ എവിടെയും ചോദിക്കില്ലേ? തങ്ക ഈ കാണിക്കണത് അന്വേഷിക്കൂലോ. ഉണ്ട് ചേട്ടാ ഇവരുണ്ട്. കളിക്കലിട്ട് എനിക്ക് ദേഷ്യം എന്നെ അന്വേഷിക്കുന്നത് കളിക്കരുത്. നീ വേഷം കിട്ടല്ലേ? അയ്യോ എടാ ഞാൻ ഒരു പ്രശ്നമില്ല മോളെ. അവിടെ ഇരിക്കവിടെ. അല്ല ഞാനൊരു കാര്യം, നിങ്ങൾക്ക് എന്താണ്? അല്ലടാ പോയി ആനയുടെ ചവിട്ടുള്ളു. അപ്പൊ ആനയുടെ ചവിട്ട് കൊള്ളാണ്ട മാറി നിന്ന പോരെ? എന്തിനാ ആന ഇടയണത് കാണാനോ? എടി അവിടെ എന്നെ എടാ പൊട്ട അവിടെ നിന്ന് എല്ലാവരും ഓടി മാറുക. നീ അതിന്റെ കൂട്ടിലോട്ട് ചെന്ന് കാരണം എന്ത് കാര്യത്തിന്? ഞാൻ അടഞ്ഞ സമയത്ത് ഞാൻ അവിടെ ഓടിപ്പോയി എന്ന് പറയും. അയ്യോ പിന്നെ കനകനില്ലാത്തോണ്ട് അവിടെ ആനനെ നോക്കി ആൾക്കാർ ഇങ്ങനെ നിൽക്കുക. കനകം വന്നിട്ട് വേണം ഇനി മയക്കോടി വെക്കാൻ. പൊയ്ക്കാണോ അവിടുന്ന് വേഷം കിട്ടി വർത്താനം കാണിക്കുന്നത്? എടാ ആന അപ്പുറത്ത് കൂടി പോകുമ്പോ നീ ഇപ്പുറത്ത് കൂടെ ഓടും. ആനയുടെ അടുത്തേക്ക് പോണ്ടെന്ന് വെച്ചാ പോരെ, മാറി നിന്നൂടെ? അതല്ലേ മാറി ഇവിടെ വന്നിരുന്നോ? അപ്പൊ കുഴപ്പമില്ലല്ലോ. ആനയുടെ അടുത്തോട്ട് പോവാൻ അവർ ആനയ്ക്ക് കനകനെ അറിയാൻ പാടില്ല, ഹവിൽദാരെ അറിയാൻ പാടില്ല. കനക നീ വലിയ കമ്മറ്റിക്കാരനായിട്ട് ഇവിടെ വന്നിരിക്കണ? എടാ അമ്പലത്തിൽ ആന ഇടഞ്ഞടാ. വിവരം ഞാൻ അറിഞ്ഞു. അപ്പോൾ വിടണ്ടേ രണ്ടാളും കൂടെ? ആനയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ. സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു കൊണ്ടുവന്ന ആനല്ലേ? ആനക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇറങ്ങട്. ഈ അമ്മാവനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. എന്റെ കനക ക്ലീറ്റസും അമ്മാവനും കൂടി ഒരു ചെറുത് അടിച്ചിട്ട് ആനപ്പാപ്പാനും ഒരു ചെറുത് മേടിച്ചു കൊടുത്ത്, എന്നിട്ട് ആനവാല് വേണമെന്നും പറഞ്ഞ് ഇയാൾ ആ വാലയെ പിടിച്ച് പറിച്ച് ആന വേദന എടുത്ത് സഹിക്കാതെ പ്രാന്ത് പിടിച്ച് ഓടേണ്. കമ്മറ്റിക്കാരറിഞ്ഞ് ഇയാളെ ചവിട്ടിക്കൊന്നാനെ. അമ്മാവൻ വാലയെ പിടിച്ച് പറിച്ചതും ആനക്ക് വേദന എടുത്തിട്ട് പുറം കാലിന് ഒറ്റ അടിയാണ് അമ്മാവനാ. ഭാഗ്യത്തിന് ഞാൻ അവിടെ പൂരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാവൻ വന്ന് വീണത് എന്റെ വണ്ടിയുടെ മുമ്പിൽ. അമ്മാവനെ കണ്ട പാടി ഞാൻ എടുത്തുകൊണ്ടിങ്ങാണ്ട് പോന്നു. അല്ലെ കമ്മറ്റിക്കാരി ഇയാളെ തല്ലി കൊന്നാനെ. സ്ഥലക്കച്ചവടം പറഞ്ഞു പോയത് ആനയുടെ വാല് പറിക്കാൻ വേണ്ടിട്ടായിരുന്നല്ലേ? ദൈവമേ, എന്നിട്ട് ക്ലീറ്റോനെ കണ്ടല്ലേ പോയത്? ക്ലീറ്റോനൊന്നും പറ്റിയിട്ടില്ല. ക്ലീറ്റോ എവിടെ? കണ്ടില്ല അവനൊന്നും. കനക സത്യം പറയാലോ,
എനിക്കൊരു ആനരോമം വേണമെന്ന് പറഞ്ഞപ്പോൾ ക്ലീറ്റസ് ആണ് 2 പെഗ് മേടിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാറ്. സത്യത്തിൽ ആനയുടെ രോമം പിടിച്ചു വലിച്ചത് അവനാ. പക്ഷെ ആന കാല് പൊക്കി അടിച്ചത് കൊണ്ടതിക്ക്. ഞാൻ മരിച്ചിട്ട് വീണിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ക്ലീറ്റ് ഒരു തെങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അവന് മരം കയറാൻ അറിയില്ലല്ലോ. അല്ല തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എങ്ങനെ ഇപ്പൊ തെങ്ങിന്റെ മുകളിൽ കയറി?